അപ്പോൾ മച്ചാന്മാരെല്ലാവർക്കും കണ്ണുകടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അതായത് നമ്മുടെ കേരളത്തിലെ ഭരിക്കാൻ അറിയാവുന്ന എല്ലാവരും ഉള്ളത് കൊണ്ട് കേരളത്തിലെ വൻ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം ഇപ്പോൾ നല്ല രീതിയിലാണല്ലോ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിൽ കുറേയേറെ ട്വിസ്റ്റുകൾ, കുറേയേറെ വണ്ടികൾ വിൽക്കുന്നു, കുറേയേറെ വണ്ടികൾ ജില്ലയും വിട്ട് സംസ്ഥാനവും വിട്ടു പോകുന്നു ഗൈസ്. അപ്പോൾ മച്ചാന്മാരെ കണ്ണുകടിയുടെ മറ്റൊരു റിയാക്ഷൻ വീഡിയോ, അതായത് ടൂറിസ്റ്റ് ബസ് നടക്കുന്ന ഇപ്പോഴത്തെ യഥാർത്ഥ കണ്ണുകടിയുടെ ഇടയിലേക്കുള്ള ഒരു ഒളിഞ്ഞ നോട്ടമാണ് ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മച്ചാന്മാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അടിപൊളി സ്വാഗതം. അപ്പോൾ മച്ചാന്മാർ നമ്മളെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം ഇപ്പം നല്ല രീതിയിലാണല്ലോ മുൻപോട്ട് പോകുന്നത്. വെള്ളയടിക്കുന്നു, കളർ കോഡ് അടിക്കുന്നു, അതിന് പുറമെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ MPD സാറന്മാർ സർക്കാരിൻ്റെ ഒത്താശയോടെ ഫൈൻ അടിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനിച്ച നാട്ടിലെ ബിസിനസ് പ്രസ്ഥാനം ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ജില്ലയും വിട്ട് സംസ്ഥാനവും വിട്ട് എല്ലാവരും ഓടുകയാണ് ഗൈസ്. അങ്ങനെ ഓടാൻ പറ്റാത്തൊരു വണ്ടി വിൽക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ വമ്പന്മാരിൽ മിക്കവരും രാജ്യവും സംസ്ഥാനമൊക്കെ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. അതിലാദ്യമായി ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോയത് നമ്മുടെ മുരഹരയുടെ വയലേറ്റർ ഗൈസ്. അതായത് ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ വന്ന് അധികം വൈകാതെ തന്നെ ജനമനസ്സുകളിൽ ഹൃദയം പിടിച്ച ടീമാണ് മുരഹര. അതിൽ മുരഹരയിലെ വയലേറ്റർ എന്ന് പറയുന്ന എഡിഷൻ നെയിമുള്ള ബസ് വണ്ടിപ്രാന്തന്മാരുടെ ഇടയിൽ വേറെ ലെവൽ വൈബുള്ള ബസ്സാണ് ഗൈസ്. അപ്പോൾ അത് പാത വെട്ടിത്തെളിച്ച് കാണിച്ചു കൊടുത്തു. അത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ജനിച്ച നാട്ടിലെ ബിസിനസ് പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരും സമ്മതിക്കാത്ത നിലയ്ക്ക് പൈസ മുടക്കി ബിസിനസ് സംരംഭം തുടങ്ങിയവർക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി പുതിയൊരു പാത വെട്ടി തെളിച്ചു കൊടുത്തു. അതായത് കേരളത്തിലെ വണ്ടികളിലെല്ലാം കർണാടക രജിസ്ട്രേഷൻ ആക്കി മാറ്റാനുള്ള ഒരു പുതിയ കാൽവയ്പ് ഫസ്റ്റ് ആദ്യമായി ചെയ്തത് മുരഹര വയലേറ്ററാണ് ഗൈസ്. അതായത് മുരഹരയുടെ വയലേറ്റർ അതിൽ കാണാൻ കർണാടക രജിസ്ട്രേഷൻ കുറേ ദിവസമായതാണ് കർണാടക രജിസ്ട്രേഷൻ മാറിയിട്ട്. അപ്പോൾ മച്ചാന്മാർ ഈ കർണാടക രജിസ്ട്രേഷനിലോട്ട് മാറി. അതായത് കേരളത്തിൽ വെച്ച് വണ്ടി പണിയെല്ലാം കഴിഞ്ഞു, വെള്ളിയിൽ കളറടിച്ചു, അകത്ത് ഇന്റീരിയർ സെറ്റ് ചെയ്തു, അപ്പോഴത്തെ താഴെക്കുന്നു MPD സാറിന് ഫൈൻ അടിക്കുന്നു. അങ്ങനെയൊന്നും പാടില്ല, വെള്ളം അടിക്കണം വണ്ടിക്കകത്തൊന്നും പാടില്ല, ഒന്നും പാടില്ല, ചുമ്മാ പോകാം. അപ്പോൾ അതൊന്നും പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, കേരളത്തിൽ നിന്ന് സ്ഥലം വിട്ടിരിക്കുന്നു കർണാടകയിലേക്ക്. അടുത്തതായി എടുത്ത് പറയേണ്ടത് നമ്മുടെ കേരളത്തിലെ ഒരു മുറ്റൻ ഐറ്റം, നമ്മുടെ ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ എന്നും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് നമ്മളെ കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഓണർ ലൈവിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മാരക ടെസ്റ്റായിരുന്നു കൈസാത്. അങ്ങനെ കൊമ്പൻ്റെ പുതിയ ധാരാവി കർണാടകയിൽ സെറ്റ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ ആളെത്തി. അതായത് കൊമ്പൻ്റെ ധാരാവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊമ്പൻ്റെ ഷെഡ്, ഇതിൻ്റെ പൊന്നെ എല്ലാ വണ്ടി ടൂറിസ്റ്റ് ബസ് പിരാന്തന്മാർക്ക് ഒരു ജനവികാരമാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഒരു വിഷയം നടന്നപ്പോൾ ഏറ്റവും കളർ കോഡിൻ്റെ വിഷയം വന്നപ്പോൾ കൊമ്പൻ ഓണർ ദീപുചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കളർ കോഡിലവിടെ നമ്മുടെ വണ്ടികളില്ല, നമ്മുടെ ഐഡൻറ്റിറ്റി കളഞ്ഞിട്ടുള്ള ഓട്ടങ്ങൾക്കില്ല, അതുകൊണ്ടൊന്ന് വണ്ടി ഒതുക്കിയിട്ടു. അണഞ്ഞു എന്ന് കരുതിയിരുന്ന പ്രസ്ഥാനം പെട്ടെന്ന് ടെസ്റ്റുമായിട്ട് മുൻപോട്ട്. ആ ടെസ്റ്റായിരുന്നു കർണാടകയിൽ, അതായത് നമ്മൾ ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു, പുതിയ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ധാരാവിയുടെ അടുത്ത പണി തുടങ്ങിയിരിക്കുന്നു. യോദ്ധാവിനെ KL2 കർണാടക എന്നൊരു ട്വിസ്റ്റ്, വാമ്പൻ ട്വിസ്റ്റ്, KL2K എന്നൊരു പോസ്റ്റ് വിട്ട് ധാരാവി ബാംഗ്ലൂരിൽ പണിയും തുടങ്ങിയിരിക്കുന്നു. ഇറ്റ്സ് ടൈം ടു ഫയർ അപ്പ് KL2K. അതായത് ദീപുചേട്ടൻ യോദ്ധാവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിരുന്ന എങ്ങനെയാണ്: ഇറ്റ്സ് ടൈം ടു ഫയർ അപ്പ് KL2K. അതായത് കേരളത്തിൽ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം നന്നായിട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഭരണകൂടങ്ങൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, എല്ലാവരും ചേക്കേറി പറക്കുന്നു. അതിന് വീണ്ടും ഒരു പാത വെട്ടി കാണിച്ചു കൊടുത്തിരിക്കുന്നു കൊമ്പൻ KL2K. ടോട്ടൽ ഓരോ ഫ്രെയിമിലും ടൂറിസ്റ്റ് ബസ്സുമാരുടെ ചെക്കന്മാരുടെ ആ ഒരു ലുക്ക് ജനമനസ്സുകളിൽ വിവരിച്ചിട്ടൊരു ടീമാണ് വെനമസ് എന്നുണ്ട്. വെനമസിൻ്റെ ഒരു സെഡോൺ അതും സോൾഡ് ഔട്ട് ആയിരിക്കുന്നു ഗൈസ്. വരുന്ന വരവുണ്ട്, ഇതൊക്കെ കളറിൽ കാണുമ്പോൾ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, വെള്ളമായിരുന്നാലും എഫക്റ്റ് പോയെന്നല്ല, എന്നാലും ആ ഒരു അഴക് അതാണ് ഗൈസ് പവർ. അതിന് പുറമെ വീണ്ടും ഇന്നലെ അടുത്ത നമ്മുടെ കേരളത്തിലെ രാജാവ് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് ചേർത്തല കോലത്തെ തമ്പുരാന്മാരിൽ ഒരാൾ പാലക്കാട് പോയിട്ടുണ്ട്. ഒന്നസിൻ്റെ വണ്ടി അതും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് അവൻ ഒന്നസ് കുടുംബത്തിൽ നിന്നും പടിയിറങ്ങും. ത്രില്ലർ ബോയ് സോൾഡ് ഫ്രം ഒന്നസ് ട്രാവൽസ്, നമ്മുടെ ഒന്നസിലെ ത്രില്ലർ അതും കൊടുത്തു ഗൈസ്. പാലക്കാടുള്ള ടീമിനാണ് കൊടുത്തത്. യാ മോനെ, എല്ലാവരും പോകുന്നു. അതിന് പറഞ്ഞ് നമ്മുടെ എക്സ്പ്ലോഡിൻ്റെ വണ്ടിയും കൊടുത്തു.
എക്സ്പ്ലോഡിൻ്റെ ഗജവീര ആ വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ എന്ന് പറഞ്ഞ ടീമിനാണ് എക്സ്പ്ലോഡിൻ്റെ ഗജവീര പോയിരിക്കുന്നത്. പകർന്നാടിയ ഗജപ്പിറവി ബാക്കിയാക്കി മറക്കാനാവാത്ത 1000 നിറപര സമർപ്പണമായ വർണ്ണമനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ദേവലോകത്തു നിന്നും അവനും പടിയിറങ്ങി. അസ്തമയങ്ങൾ ഒരിക്കലും ഒരു അവസാനമില്ല, കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ്. അതാണ് ദേവലോകത്തിന് മാത്രം അവകാശപ്പെട്ട് ഗജവീര എന്ന നാമമാണ് ഇനി മറ്റൊരു. അതായത് ഗജവീര പോകുന്നു, പക്ഷെ അവന് പകരം വേറൊരുത്തം വരുന്നു എന്നല്ലേ ആ ഒരു ക്യാപ്ഷൻ്റെ ധ്വനി. അതാണ് ഗൈസ് പവർ. അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്തകളെന്ന് പറഞ്ഞാൽ. അതായത് ഒരുപാട് വണ്ടികൾ വേറെയും പോയി, ഒരുപാട് വണ്ടികൾ കൊടുത്തു, വേറെ കുറച്ച് വണ്ടികൾ കയറ്റു കർണാടകയായി. എന്നാലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ നമ്മുടെ കൊമ്പൻ്റെ KL2 K ആക്കിയപ്പം ഒരു വീഡിയോ അവർ ഒഫീഷ്യലായിട്ട് ഇട്ടിരുന്നു. അതൊന്നും ഉണ്ടല്ലോ. வெளியில உன்னை பத்தி விசாரிச்சேன். உன்னை பிடிக்கும் சொல்லிட்டு ஒரு பெரிய கூட்டம் சுத்திட்டு இருக்காங்க. என்கிட்ட இருக்கிற கூட்டம் நான் சேர்த்த கூட்டம் இல்ல, அன்பாலே தானா சேர்ந்த கூட்டம். நம்ம நண்பா நண்பிகள் எல்லாருமே நமக்கு ஒரு ஃபேமிலி மாதிரி தானே. நெஞ்ச தட்டி பெருமையா சொல்றேன், நீங்க இல்லாம நான் இல்ல. எல்லாத்துக்கும் மேல இவனுக்கு ஏதாவது ஒண்ணுனா குரல் கொடுக்கிறதுக்கு ஏகப்பட்ட பேர் இருக்காங்க. Don't judge a book by its cover bro. അതായത് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു സംഭവം ഡയലോഗ് വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ കേരളത്തിൽ, അതായത് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ടൂറിസ്റ്റ് ബസ്സിൽ ഒന്നസ് കൊമ്പൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് കേസ്. അതായത് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഒരു ഒളിഞ്ഞ നോട്ടമാണ് നമ്മൾ ഇന്ന് ചെയ്ത കേസ്. അപ്പോൾ ഞാൻ പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ ഇനിയും മഹാത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എത്രയൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും നമുക്കിന്നൊക്കെ അപ്പുറമായിട്ട് കയറി വരാൻ നോക്കും. കാരണം ഒന്നുമില്ലായ്മ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ച ഒരേ ഒരു പ്രസ്ഥാനമാണ് ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം. അതായത് ഒരുപാട് വണ്ടിപ്രാന്തന്മാരുടെ മനസ്സ് കൈവരിച്ച പ്രസ്ഥാനമാണ് ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും ജീവിക്കുന്നതിൻ്റെ കാരണം ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് മെച്ചന്മാരുണ്ട്. അപ്പോൾ മച്ചാന്മാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മച്ചാന്മാർ അടുത്ത പുതിയൊരു ചുരുളഴിഞ്ഞ രഹസ്യം വെറുതെ കണ്ണാടിയിട്ട് അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നവരെ വണക്കം. സന്ധിക്കിപ്പം വരെ ഗുഡ് ബൈ.